പ്രിയ സഹോദരി സഹോദരന്മാരെ, വചനപ്രകാശം എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. അനുദിനം വചനത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു അവസരമാണ് ഇത്. ഇന്ന് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് എടുക്കാം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിക്ഷേപം എന്ന് പറഞ്ഞാൽ സേവിങ്സ് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വ്യാകുലപ്പെടുന്ന ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ മിച്ചം വന്ന പണം എന്ത് ചെയ്യണം, എവിടെ സൂക്ഷിക്കണം എന്ന് വ്യാകുലപ്പെടുന്നവരും ഭൂമിയിലുണ്ട്. ഈ രണ്ട് കൂട്ടരോടും സംസാരിക്കുവാനായിട്ട് യേശു വായ തുറക്കുകയാണ്. അത്ഭുതകരമായ ഉപദേശങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 19-ാമത്തെ വാക്യം മുതൽ 34-ാമത്തെ വാക്യം വരെയും ഈ വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. ഒന്നാമത്, മിച്ചം വന്ന പണം അല്ലെങ്കിൽ മിച്ചം വരുത്തുന്ന പണം എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ യേശു തമ്പുരാൻ നിർദ്ദേശം നൽകുന്ന തിരുവചനമാണ് ആദ്യമേ കാണുന്നത്. അതിനുശേഷം 25 മുതലുള്ള വാക്യങ്ങളിൽ അന്നന്നത്തെ ആവശ്യങ്ങൾ നടത്താൻ വഴിയില്ലാതെ വ്യാകുലപ്പെടുന്ന ആളുകളോടുള്ള ഉപദേശമാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെ ശ്രേഷ്ഠതയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സമൂഹത്തിലുള്ള എല്ലാവരെയും കർത്താവ് കാണുന്നു. വിശേഷാൽ സമ്പന്ന സമൂഹത്തെ കാണുന്ന ഒരാൾക്ക് ദരിദ്ര സമൂഹത്തെ കാണാൻ ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ. ദരിദ്ര സമൂഹത്തിൻ്റെ വക്താക്കൾക്ക് സമ്പന്ന സമൂഹത്തെയും സമ്പന്ന സമൂഹത്തിൻ്റെ വക്താക്കൾക്ക് ദരിദ്ര സമൂഹത്തെയും കാണാനോ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് തിരിയാം. സമ്പന്ന സമൂഹത്തോടുള്ള യേശുവിൻ്റെ ഉപദേശം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. കർത്താവിൻ്റെ ഈ വാക്കുകളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമത് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്
നിക്ഷേപം സ്വരൂപിക്കരുത് എന്നല്ല. അതായത് സേവിങ്സിനോട് യേശു എതിരാണോ? അടുത്ത ഒരു ചില വാക്യങ്ങൾ കഴിയുമ്പോൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പക്ഷികളെ പോലെ അന്നന്ന് കിട്ടുന്നത് അന്നന്ന് തിന്ന് കുടിച്ച് അടിച്ച് പൊളിച്ച് തീർക്കുക എന്നുള്ളതാണോ കർത്താവായ യേശുവിന്റെ ടീച്ചിങ്? അല്ല. മൃഗങ്ങളെ പോലെയും പക്ഷികളെ പോലെയും അല്ല മനുഷ്യൻ. മനുഷ്യൻ നാളേക്കായി ചിന്തിക്കുന്നവനാണ്. നാളേക്കായി ചിന്തിക്കുന്നവൻ നാളേക്കായി കരുതും, നാളേക്കായി പ്രവർത്തിക്കും. അപ്പം നാളേക്കായി ചിന്തിക്കുകയും കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ, ചെയ്യേണ്ടവനാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ അത് തെറ്റായ നിലയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറയാനാണ് കർത്താവ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നിങ്ങൾ എവിടെ നിക്ഷേപിക്കണം, എവിടെ നിക്ഷേപിക്കരുത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കർത്താവായ യേശു പറയുന്നത്. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്പമെങ്കിലും സേവിങ്സ് ഉണ്ടോ? എൻ്റെ എളിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഉണ്ടെന്നാണ്. പെരുമ്പാവൂർ പട്ടണത്തിൽ ഒരു ഭിക്ഷക്കാരൻ മരിച്ചപ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് അവൻ്റെ ഭൗതിക ശരീരം എടുത്ത് പരിശോധിച്ച പോലീസുകാർ കണ്ടത് അദ്ദേഹത്തിൻ്റെ ബാഗിനകത്ത് 1.5 ലക്ഷം രൂപയുടെ ഒരു പൊതിയാണ്. പൈസകൾ സൂക്ഷിച്ച് ബാഗിൽ വെച്ച് ആ ബാഗും ചുമന്നുകൊണ്ട് നടന്ന് ഭിക്ഷ യാചിച്ച് അദ്ദേഹം വെയിറ്റിംഗ് ഷെഡിൽ കിടന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ സേവിങ്സ് അദ്ദേഹത്തിന് ഒരു ഉപയോഗവും ഉണ്ടായില്ല. ഒരു ഭിക്ഷക്കാരനായി തന്നെ ജീവിച്ച് ഭിക്ഷക്കാരനായി തന്നെ മരിച്ചു. ഒരു നല്ല വസ്ത്രമോ ഒരു നല്ല ഭക്ഷണമോ അദ്ദേഹം കഴിച്ചില്ല. നല്ലൊരു വീട് വെച്ചില്ല, സുഹൃത്തുക്കളെ കണ്ടെത്തിയില്ല. അദ്ദേഹവും സമ്പാദിച്ചു. ദരിദ്രനായി ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം സമ്പാദിച്ചു. സേവിങ്സ് ദരിദ്രർക്കും ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് അളന്നാൽ വളരെ പാവപ്പെട്ടവരെന്ന് നാം ധരിക്കുന്നവരുടെ കയ്യിലും അല്പമൊരു കരുതൽ ധനം ഉണ്ടായിരിക്കും. അപ്പോൾ സേവിങ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്തത്തിലുള്ള ഒരു സ്വഭാവമാണ്. ഇതൊക്കെ അറിയാവുന്ന സൃഷ്ടാവ് പറയുകയാണ്, നിങ്ങൾ സമ്പാദിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എവിടെ സമ്പാദിക്കണം എന്ന് ഞാൻ പറയാം. നോക്കാം നമുക്ക്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പം ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ സ്വിസ് ബാങ്ക് ഉൾപ്പെടെ എല്ലാ ബാങ്കുകളും ചേർത്ത് പറയുകയാണ്, ഈ ഭൂമിയിൽ അത് റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും സ്വർണത്തിലാണെങ്കിലും റബ്ബർ തോട്ടത്തിലാണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. പുഴുവും തുരുമ്പും കെടുത്തിക്കളയും, കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടു പോകും. ഇങ്ങനെ നശിക്കുന്നതാണ് ഭൂമിയിലെ സമ്പത്ത് എന്ന് കർത്താവ് പറയുന്നു. അടുത്ത വാക്യം, പുഴുവും തുരുമ്പും കെടുക്കാതെയും
കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും. അപ്പം ഭൂമിയിൽ അരുത്, സ്വർഗത്തിൽ ആകാം. അങ്ങനെ വരുമ്പോൾ സ്വർഗം എന്ന ഒരു സ്ഥലം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അതൊരു പ്ലേസാണ്, അതൊരു സ്വപ്നമല്ല, ഭാവനയല്ല, അതൊരു സ്ഥലമാണ്. അമേരിക്ക ഒരു ഭാവനയല്ല, റഷ്യ ഒരു സങ്കല്പമല്ല, ചൈന ഒരു സ്വപ്നമല്ല, സ്വർഗം ഒരു ഭാവനയല്ല, ഒരു സങ്കല്പമല്ല, ഒരു സ്വപ്നമല്ല. പിന്നെന്താണ്? ഒരു സ്ഥലമാണ്. പക്ഷേ അത് ഭൂമിയിലല്ല, മറ്റൊരു ഗോളത്തിലാണ്. അത് മനുഷ്യന് ഊഹിക്കാവുന്നതിനേക്കാളും അപ്പുറത്താണ്. സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് യേശു കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ ആ വാക്യം നിങ്ങൾ കാണും. സ്വർഗത്തിൽ നിന്ന് വന്നവനും സ്വർഗത്തിലേക്ക് പോയവനും സ്വർഗത്തിലിരിക്കുന്നവനുമായ യേശു ക്രിസ്തു. അമേരിക്കയിൽ നിന്ന് വന്നവനാണ് അമേരിക്കയെക്കുറിച്ച് പറയാൻ അർഹത. ആൻഡമാൻസിൽ നിന്ന് വന്നയാൾക്ക് ആൻഡമാൻസിനെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അന്റാർട്ടിക്കയിൽ നിന്ന് വന്നയാൾക്ക് അന്റാർട്ടിക്കയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ നിന്ന് വന്നവൻ പറയുകയാണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്വർഗത്തിൽ സ്വീകരിക്കാം. ഇൻവെസ്റ്റേഴ്സിനെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു പ്രാക്ടിക്കൽ മീനിങ് ഇതിനുണ്ട്. മനുഷ്യ, നീ ഇവിടെ 50 കൊല്ലം അധ്വാനിക്കും, 20 കൊല്ലം പഠിക്കും. അങ്ങനെ ഒരു 70 കൊല്ലമാണ് നിനക്കിവിടെ സുബോധത്തോടുകൂടെ അനുവദിച്ചിട്ടുള്ളത്. ഈ സമയത്ത് നീ സമ്പാദിക്കുകയാണ്. സത്യത്തിൽ തിന്നതും കുടിച്ചതും വളരെ കുറച്ചേ ഉള്ളൂ, മുഴുവൻ സമ്പാദിക്കുകയാണ്. എന്നിട്ട് നീ ഇത് ഇവിടെ ഇട്ടിട്ടങ്ങ് പോകുകയല്ലേ? മനുഷ്യരെന്ത് ഭോഷനാണല്ലേ! കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ സേവിങ്സ് കൊണ്ടുപോകാവുന്ന, നിങ്ങൾ മരണാനന്തരം എവിടെയായിരിക്കുന്നുവോ അവിടെ ഉപയോഗിക്കാവുന്ന നിലയിൽ നിങ്ങളുടെ സേവിങ്സിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കർത്താവായ യേശു പറയുന്നു. എന്താണ് ഇന്ന് രാവിലത്തെ ചിന്ത? ഈ ഭൂമിയിൽ അന്നന്നത്തെ ജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ അപ്പോൾ തന്നെ കുറച്ച് പൈസ മുറുക്കി പിടിച്ച് ബാക്കി ഉണ്ടാക്കിയിട്ട് അത് മണ്ണിൽ കുഴിച്ചിടുന്ന ആളുകളുമുണ്ട്. അതൊന്നെങ്കിൽ പെട്ടിയിൽ വയ്ക്കും, അല്ലെങ്കിൽ അലമാരിയിൽ വയ്ക്കും, പേഴ്സിൽ വയ്ക്കും, കടലാസിൽ പൊതിഞ്ഞ് തുണിക്കകത്ത് കെട്ടി കട്ടിലിൻ്റെ അടി വയ്ക്കും, തലേണയുടെ അടി വയ്ക്കും, മെത്ത കീറി മെത്തയ്ക്കകത്ത് വെക്കും. ഇങ്ങനെ മനുഷ്യൻ പൈസ സൂക്ഷിച്ചു വെക്കുന്നവനാണ്. യേശു കർത്താവ് വന്നിട്ട് പൈസ അങ്ങനെ സൂക്ഷിച്ചു വെക്കരുത്, അത് ചെലവാക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങളത് സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടണ്ടേ? ഇതാണ് കർത്താവ് പറഞ്ഞത്. വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ മണൽത്തിട്ടിൽ ചായക്കട നടത്തുന്ന ആൾക്കാരുണ്ട്. അവിടെ ഈ മണൽ വാരാൻ വരുന്നവർക്കും കളിക്കാൻ വരുന്നവർക്കും എല്ലാം ചായ കൊടുക്കും. ആ കൂട്ടത്തിൽ ആ മനുഷ്യൻ്റെ ഭാര്യ ആ ചെറിയ പെട്ടിക്കടയുടെ അടിയിൽ മണൽ മാറ്റിയിട്ട് ഇച്ചിരി പൈസ അവിടെ സൂക്ഷിച്ചിരുന്നു എല്ലാ ദിവസവും. കാരണം മുഴുവൻ പൈസ ഈ മനുഷ്യൻ കുടിച്ച് കളയണ്ടെന്ന് ഓർത്തിട്ട്.
ഈ കടയുടെ അടിയിൽ തന്നെ മണലിങ്ങനെ കുഴിച്ചിട്ട് അതിനടിയിലോട്ട് പൈസ പ്ലാസ്റ്റിക് കൂടിനകത്താക്കി എല്ലാ ദിവസവും സമ്പാദിക്കും. പെട്ടെന്നാണ് ഈ പുഴ വെള്ളം വരുന്നത്. ഇവിടെ മഴ പെയ്യണ്ട, കാട്ടിൽ മഴ പെയ്താൽ മതി. പുഴ നിറഞ്ഞൊഴുകുന്നു എന്നറിവ് കിട്ടി. നമ്മുടെ കട നടത്തുന്ന ചേട്ടൻ മിനിറ്റ് വെച്ച് കടയിലെ സാധനങ്ങളെല്ലാം ഒരു ചാക്കിനകത്ത് കെട്ടി ഓടിക്കരയ്ക്ക് കൊണ്ട് വെച്ചു. വീണ്ടും ഓടി വന്ന് ഈ പെട്ടിക്കട രണ്ടുപേരെ കുറ്റി എടുത്ത് കരയ്ക്ക് കൊണ്ട് വെച്ചു. എന്നിട്ട് ഭാര്യയെ വിളിക്കുകയാണ്, ജാനകി ഓടിപ്പോരെ, വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞ് വരിക. ഈ സ്ത്രീയെ മണ്ണിൽ മാന്തുക, ഇങ്ങനെ മാന്തുക. അപ്പം അയാൾ ചോദിച്ചു, നീ എന്തോ എടുക്കുക, ഓടിവാ. അവൾ ആ പുഴയിലെ വെള്ളത്തിൽ വീണ് ഉരുണ്ട് കഷ്ടപ്പെട്ട് പിന്നെ ഈ മനുഷ്യൻ വലിച്ചു കയറ്റി. ചോദിച്ചിട്ടും പറയുന്നില്ല, ചേട്ടാ ഞാൻ എല്ലാ ദിവസവും ഇച്ചിരി പൈസ ആ കടയുടെ അടിയിലിടുവാൻ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു കൊച്ചു പാഠമാണ്, ലെസനാണ്. നമ്മുടെ ഇവിടുത്തെ ജീവിതം പെട്ടെന്ന് പുഴയിൽ വെള്ളം വരുന്ന പോലെ അങ്ങ് തീർന്നു കേട്ടോ. നമ്മളിവിടുന്ന് പോകണേ, അതൊന്ന് ചിന്തിക്കണേ, അതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കണം. ഇതാണ് ഈ സന്ദേശത്തിൻ്റെ ആകത്തുക. ഇന്ന് നമുക്കിവിടെ നിർത്തിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ ഇത് തന്നെ അടുത്ത ദിവസം തുടരാം. സ്വർഗസ്ഥനായ പിതാവേ, തിരുവെഴുത്തുകളുടെ ആഴങ്ങൾക്കായി നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ യേശു പറഞ്ഞത് ഞങ്ങളിന്ന് ചിന്തിച്ചു. ഇത് ജീവിതത്തിൽ പകർത്തുവാൻ കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.